മാന്ത്രിക റെയിൻകോട്ട്. ബർക്കാപൂർ എന്ന ഗ്രാമത്തിൽ ഗപ്പു എന്നൊരു കുട്ടി തന്റെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു വന്നിരുന്നു. അവന്റെ അച്ഛന് ജന്മിയുടെ തോട്ടത്തിലായിരുന്നു ജോലി. അദ്ദേഹം ചെയ്ത ജോലിക്കുള്ള കൂലി വളരെ കുറവായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള ദിവസച്ചെലവിന് പോലും ആ പണം അല്പം പോലും തികഞ്ഞിരുന്നില്ല. ഗപ്പു തന്റെ മാതാപിതാക്കളോട് എന്തെങ്കിലും വേണമെന്ന് വാശി പിടിച്ച് കരയുമ്പോൾ തലയിൽ വല്ലാത്ത ഭാരം തോന്നിയിരുന്നു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മഴക്കാലം തുടങ്ങി. മഴയിലൂടെ ഓടിക്കളിച്ച് പയ്യെ സ്കൂളിലേക്കെത്തിയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു. അവനെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, ഗപ്പു, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മഴ നനഞ്ഞ് സ്കൂളിലേക്ക് വരരുതെന്ന്. റെയിൻകോട്ട് എടുത്തോണ്ട് വന്നുകൂടായിരുന്നോ? ടീച്ചറെ, അത് ടീച്ചറെ അവന്റെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. അവന്റെ അടുത്ത് ഒരു സാധനവും ഇല്ല. പിന്നെ എങ്ങനെയാ? കൊട മാത്രം അവന്റെ അടുത്ത് ഉണ്ടാവുക. അതുകൊണ്ട് അവൻ മഴ നനഞ്ഞോണ്ട് വരണം. ഗപ്പു, പറയൂ ടീച്ചർ. ഗപ്പു, നിനക്ക് കൊടയെടുത്തോണ്ട് വന്നൂടായിരുന്നോ? ടീച്ചർ, എന്റെ കയ്യിൽ കൊട ഇല്ലല്ലോ. അപ്പൊ റെയിൻകോട്ട് ഇട്ടോണ്ട് വന്നൂടെ? റെയിൻകോട്ടും ഇല്ലല്ലോ. നിനക്ക് നിന്റെ അച്ഛനോട് പറഞ്ഞ റെയിൻകോട്ട് വാങ്ങിച്ചിട്ട് വരായിരുന്നില്ലേ? ഇത് കണ്ടോ? ഇത് കണ്ടില്ലേ? എന്റെ അച്ഛൻ എനിക്ക് റെയിൻകോട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇവന്റെ അച്ഛൻ ദേ ഇവന് കൊടയും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗപ്പു, നിന്നെ ഈ നനഞ്ഞ വസ്ത്രങ്ങളോടെ ക്ലാസ്സിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ക്ലാസ് മുഴുവനും വൃത്തികേടാവും. നീ ഇന്ന് വീട്ടിൽ പോയിക്കോ. നാളെ വന്നാ മതി. അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോ. ഗപ്പു ദിവസം മുഴുവനും വാതിൽക്കൽ നിന്നും പിന്നീട് ജനലിലൂടെയും ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ടീച്ചർ പറയുന്നത് മുഴുവനും പഠിച്ചു. അടുത്ത ദിവസം മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്കൂളിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവൻ പുറത്തേക്ക് വന്ന ഉടൻ തന്നെ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഷെടാ, വല്ലാതെ മഴ പെയ്യുന്നുണ്ടല്ലോ. അച്ഛാ, എനിക്ക് കൊടയോ റെയിൻകോട്ടോ എന്തെങ്കിലും വാങ്ങിത്തരോ? ഉറപ്പായിട്ടും എന്റെ പൊന്നുമോന് ഞാൻ വാങ്ങിച്ചു തരും മോനെ. എല്ലാ വർഷവും നിങ്ങൾ ഇത് തന്നെയാ പറയുന്നത്. എന്നിട്ട് എന്റെ മോൻ മഴ നനഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷേ അടുത്ത വർഷവും ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടും അവര് തരുന്ന ശമ്പളം നമുക്ക് 2 റൊട്ടിക്ക് മാത്രമല്ലേ വരുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മോന് റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കൊതിയില്ലാഞ്ഞിട്ടാണോ? വിഷമിക്കണ്ട അച്ഛാ, ഞാൻ പൊയ്ക്കോളാം. അല്ല, നീ എങ്ങനെയാ പോവാ? മഴയാണല്ലോ. അമ്മേ, ഞാൻ മരത്തണലിലൂടെ നടന്ന് നടന്ന് മഴ നനയാതെ പയ്യെ സ്കൂളിലേക്ക് എത്തിക്കോളാം. ബൈ അമ്മേ, അച്ഛാ, ബൈ. പക്ഷേ മോനെ, വളരെ നന്ദി. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ കുറെ നേരായിട്ട് ശ്രദ്ധിക്കുക. നീ ഒരു മരത്തണലിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക്. എന്തിനാ ഇങ്ങനെ ഓടുന്നത്? എന്ത് ചെയ്യാനാ? എന്റെ അച്ഛന്റെ കയ്യിൽ റെയിൻകോട്ട് വാങ്ങാനുള്ളത്രയും കാശില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ മരത്തണലിലൂടെ ഓടി ഓടി പോകുന്നത്. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ നിന്നെ മഴയിൽ നിന്ന് രക്ഷപ്പെടുത്താം. നിനക്ക് റെയിൻകോട്ടല്ലേ വേണ്ടത്? പിടിച്ചോ, ദാ നിന്റെ റെയിൻകോട്ട്. ഇതിലേക്ക് എത്ര തന്നെ മഴത്തുള്ളികൾ വീഴുകയാണെങ്കിലും ഉടൻ തന്നെ ഉണങ്ങിപ്പോവും. റെയിൻകോട്ടും നനയില്ല, നീയും നനയില്ല. ഒരു തുള്ളി പോലും നിന്റെ ദേഹത്ത് വീഴില്ല. ഒരുപാട് നന്ദിയുണ്ട് ചിലന്തി രാജ്ഞി. ജീവിതത്തിൽ ആദ്യമായിട്ട് മഴക്കാലത്ത് ഞാൻ നനയാതെ സ്കൂളിലേക്ക് പോകുന്നത്. ഗപ്പു സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവന്റെ വെട്ടിത്തിളങ്ങുന്ന റെയിൻകോട്ട് കണ്ട് മറ്റു കുട്ടികൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. വീണ്ടും വീണ്ടും വന്ന് അവന്റെ റെയിൻകോട്ട് തൊട്ടുനോക്കി. അവനെ പോലെ തന്നെ പാവപ്പെട്ട അവന്റെ കൂട്ടുകാരനും വന്ന് റെയിൻകോട്ട് നോക്കി. അന്ന് ആദ്യമായിട്ടാണ് മഴക്കാലമായിരുന്നിട്ടും ഗപ്പു നനയാതെ ക്ലാസ് മുറിയിലിരുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ടതും മഴയത്ത് തന്റെ റെയിൻകോട്ടുമിട്ട് ഗപ്പു പുറപ്പെട്ടു. എപ്പോഴും അവനെ കളിയാക്കിയിരുന്ന രംഗ മറ്റു കുട്ടികളോടൊപ്പം അവനെ നോക്കി. അവൻ മഴ നനയാതിരിക്കാൻ വേണ്ടി സ്കൂളിന്റെ ബാൽക്കണിയിൽ മറ്റു കുട്ടികളോടൊപ്പം നിൽക്കുകയായിരുന്നു. അല്ല രംഗ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വീട്ടിലേക്ക് പോകുന്നില്ലേ? ഞാനിന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ കൊടയെടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് പൊട്ടിപ്പോയെന്നേ. ഞാനും എന്റെ റെയിൻകോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചതാ. പക്ഷെ ആ റെയിൻകോട്ട് കീറിപ്പോയി. അതുകൊണ്ടാ ഞാൻ മഴ നനയാതെ ഇങ്ങനെ നിൽക്കുന്നത്. രംഗ, നിന്റെ കയ്യിൽ കൊടയുണ്ടല്ലോ. എന്നിട്ടെന്താ നീ പോകാത്തത്?
ഒരുപാട് അഹങ്കരിക്കണ്ട. റെയിൻകോട്ട് ഉണ്ടെന്ന് വെച്ചാൽ അഹങ്കരിക്കാണോ നീ? ഞാനും കാണുമല്ലോ എത്ര ദിവസം ഇത് ഉണ്ടാവുമെന്ന്. എന്റെ അടുത്ത് ഇതുപോലെയൊന്നും മിണ്ടാൻ വരരുത് നീ, മനസ്സിലായോ? അവൻ വന്നിരിക്കുന്നു ഒരുത്തൻ. എനിക്ക് ജലദോഷമില്ലാത്തത് കൊണ്ട് എന്റെ റെയിൻകോട്ട് നീ എടുത്തോ. നിന്റെ കൊട എനിക്ക് തന്നാ മതി. ഇതിൽ വെള്ളം വീണ ഉടൻ തന്നെ ഉണങ്ങിപ്പോവും. നിന്റെ ജലദോഷം കൂടുകയുമില്ല. സത്യമാണോ പറയുന്നത്? നീ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഞാൻ നിന്നെ വല്ലാതെ വഴക്ക് പറഞ്ഞില്ലേ, പിന്നെന്തിനാ എന്നെ സഹായിക്കുന്നത്? അങ്ങനെയല്ല, നിന്നെ സഹായിക്കുന്നത് എന്റെ കടമയല്ലേ. കൊള്ളാലോ, റെയിൻകോട്ടിന് മുകളിൽ റെയിൻകോട്ട് ഇട്ടിരിക്കുകയാണോ നീ? ഇതെങ്ങനെയാ സംഭവിച്ചത്? നിന്റെ കയ്യിൽ എങ്ങനെയാ ഇത്ര റെയിൻകോട്ട് വന്നത്? ഈ റെയിൻകോട്ട് എവിടുന്ന് കിട്ടി? ചിലന്തി രാജ്ഞി ഒരു റെയിൻകോട്ടല്ലേ തന്നുള്ളൂ. ഗപ്പു, അവന് നീ റെയിൻകോട്ട് കൊടുത്തോ? അതുപോലെ എനിക്കും ഒന്ന് തരുവോ നീ? എനിക്കും വല്ലാണ്ട് തണുക്കുന്നുണ്ട്. എനിക്ക് തരൂലേ പ്ലീസ്? ജലദോഷം പിടിച്ചു എന്നാ തോന്നുന്നു. ആ ദാ നീയും എടുത്തോ. ഹൈ, നിന്റെ അടുത്ത് ഒരു റെയിൻകോട്ട് കൂടെ ഉണ്ടായിരുന്നോ? അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? 3 റെയിൻകോട്ടോ? ഗപ്പു, അപ്പൊ എനിക്ക് ഒരു റെയിൻകോട്ട് തന്നൂടെ നിനക്ക്? അങ്ങനെയാണ് എനിക്കും നനയാതെ പോവാലോ. പിന്നെന്താ സുഹൃത്തെ, ദാ പിടിച്ചോ. ഈ റെയിൻകോട്ട് നീ ഇട്ടോ. എന്റെ കയ്യിൽ രംഗന്റെ കുടയും ഉണ്ടല്ലോ. അതെ, എനിക്കും റെയിൻകോട്ടില്ല. എനിക്കും ഒന്ന് തരുവോ നീ? ഞാൻ മാത്രം മഴയത്ത് നനഞ്ഞാ നിനക്ക് ഇഷ്ടാവോ അത്? അതുകൊണ്ട് എനിക്കൊരു റെയിൻകോട്ട് തരുന്നേ. അപ്പോ നിന്റെ അടുത്ത് എത്ര റെയിൻകോട്ട് ഉണ്ട്? ഓൾറെഡി നീ 3 തന്നല്ലോ. ഇനിയുണ്ടോ കയ്യില്? ഇതെന്തൊരു അതിശയമാണ്. എനിക്കറിയില്ല. സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഗപ്പു ചിലന്തി രാജ്ഞിയെ കണ്ടു. ചിലന്തി രാജ്ഞി അവന്റെ കൺഫ്യൂഷൻ മാറ്റാനായി ഇപ്രകാരം പറഞ്ഞു. ആ റെയിൻകോട്ട് തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് നിർമ്മിച്ചതാണെന്നും തന്റെ ചിലന്തി കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് അത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതാണെന്നും പറഞ്ഞു. അവസാനിക്കില്ലെന്നും പറഞ്ഞു. ഗപ്പു തിരികെ വീട്ടിലേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചതേയില്ല. ഗപ്പു ഒരു റെയിൻകോട്ട് പുറത്തെടുത്ത് അച്ഛന് കൊടുത്തു. അവന്റെ ശരീരത്തിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നിട്ടും വീണ്ടും ഒരു റെയിൻകോട്ട് പുറത്തെടുത്ത് അമ്മയ്ക്കും കൊടുത്തു. അതിനുശേഷവും അവന്റെ ശരീരത്തിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ ഗപ്പുവിനെയും കൂട്ടി ചന്തയിലേക്ക് പോയി. അതിനുശേഷം ആർക്കെല്ലാം റെയിൻകോട്ട് ആവശ്യമുണ്ടോ അവർക്കെല്ലാവർക്കും ചോദിച്ച കാശും വാങ്ങി റെയിൻകോട്ട് കൊടുത്തു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗപ്പുവിന്റെ റെയിൻകോട്ട് ബർക്കാപ്പൂർ മുഴുവനും പ്രശസ്തമായി. അവന്റെ അച്ഛൻ ഗപ്പു റെയിൻകോട്ട് എന്ന പേരിൽ റെയിൻകോട്ടിന്റെ കട തുടങ്ങുകയും ചെയ്തു. കൊള്ളാം പൊന്നുമോനെ, മോൻ കാരണമാ ഇപ്പൊ ഈ റെയിൻകോട്ട് കട നമുക്ക് തുടങ്ങാൻ പറ്റിയത്. എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ടല്ലേ കൊടുത്തോണ്ടിരുന്നത്. അതിന്റെ ഫലവാ മോനെ ഇതൊക്കെ. അതെ അച്ഛാ, എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എപ്പോഴും ഏതൊരു വിഷമ സമയത്തും ധൈര്യത്തോടെ ഉണ്ടാവണമെന്ന്. ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ എത്തും.